അങ്ങനെ കാഷ്വാലിറ്റിയിൽ കൊണ്ടു ചെന്നപ്പോൾ അവിടെ ചെന്ന് ECGയും BP-യും പൾസും ഒക്കെ നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ല. ഞാനും എൻ്റെ ഇളയ മോളും ആ കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ECG ഒക്കെ വലിച്ചൂരി കളഞ്ഞ് BP പാറ്റസൊക്കെ മാറ്റി. പൾസില്ല, BP ഇല്ല, ECG ഇല്ല, ഒന്നുമില്ലായിരുന്നു. വായിൽ നിന്ന് നൊരയും പതയൊക്കെ വന്ന് എൻ്റെ മോളെ ഇറങ്ങി ഓടിക്കളഞ്ഞു. എങ്ങോട്ട് പോയി എന്ന് പോലും ഞാൻ നോക്കിയില്ല. ഡോക്ടർ പറഞ്ഞു, ചേച്ചി ചേട്ടൻ മരിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് മരവിപ്പായിരുന്നു. അവിടെ നിന്ന് ഞാൻ കരഞ്ഞു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാൻ തിരിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് അമ്മ തിരിച്ചെടുക്കുകയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ആളെ കോട്ടൻ മുക്കി തുടച്ച് കാലിൻ്റെ വിരലുകൾ കൂട്ടിക്കെട്ടുന്ന സമയത്ത് ഒരു ഞെട്ടൽ പോലെ വന്ന് കിട്ടിയ ജീവനാണ് എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം. ഓപ്പറേഷൻ 9 ലക്ഷം രൂപ ചെലവ് വരുന്നൊരു ഓപ്പറേഷനാണ് അവർ പറഞ്ഞത്. എൻ്റെ കയ്യിൽ സാമ്പത്തികമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഓപ്പറേഷൻ നടക്കും 4.5 ലക്ഷം രൂപയ്ക്ക്. അതും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ സഹായം ചോദിച്ചവരൊക്കെ എനിക്ക് ചോദിച്ചതിൻ്റെ 4 ഇരട്ടി തന്ന് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ ഈശോയും അമ്മയും കൂടി തിരിച്ചു തന്ന സാക്ഷ്യമാണിത്. എനിക്കൊരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഈ മരുന്ന് നിർത്തുമ്പോൾ ആളുടെ ഓപ്പറേഷൻ സക്സസ് ആവില്ല എന്ന്. അവിടെയും ഡോക്ടർ എന്നോട് പറഞ്ഞത് സക്സസ് ആവില്ല എന്ന് പറഞ്ഞത് ആണുങ്ങളെ വേണം. എനിക്ക് ആരും ഇല്ലായിരുന്നു ആണുങ്ങളായിട്ട് കൂടെ നിർത്താനായിട്ട്. ബോഡി പാക്ക് ചെയ്യാനാണ് അവർ പറയുന്നത്. അവിടെ നിന്നും അമ്മയും മാതാവും എനിക്ക് തന്ന ഇത്രയും വലിയ അനുഗ്രഹത്തിൽ എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ കോടാനുകൂടി നന്ദി പറയുകയാണ്.